നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഈ ക്ലാസ്സിൽ സംബന്ധിച്ച സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ ക്ലാസ്സിൽ സംബന്ധിക്കുകയും അവര് ദൈവവചനം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി എന്നുള്ളത് എനിക്കും വളരെ സന്തോഷകരമായിരിക്കുന്ന വിഷയമാണ്. ഈ സെമസ്റ്ററിൽ നാം പുതുതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഇന്ന് പല ബൈബിൾ സ്കൂളുകളിലും സഭകളിൽ പോലും കേൾക്കാത്ത ഒരു വിഷയമാണ് സമാഗമന കൂടാരം. എന്നാൽ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് തീർച്ചയായും ദൈവമക്കൾ പഠിക്കണമെന്നുള്ളതായ ഒരു താല്പര്യമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. കാരണം ആഴമായ സത്യങ്ങൾ പുതിയ നിയമ വെളിച്ചത്തിൽ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, വേദപുസ്തകത്തിൽ വളരെ ഗഹനമായിരിക്കുന്ന ഒരു വിഷയമാണ് സമാഗമന കൂടാരം അഥവാ ടാബർനക്കിൾ എന്നുള്ളതായിരിക്കുന്ന വിഷയം. ഞാന് മുഖവുര പറഞ്ഞ് അധിക സമയം മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സിൽ പ്രാരംഭമായിട്ട് അതിൻ്റെ ഒരു മുഖവുര ആണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ മുഖവുരയിൽ നിന്ന് തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യവും പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മുഖവുരയോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായിട്ട് പറയുവാനുള്ളത്, ദൈവം വ്യവസ്ഥ പ്രകാരം എഴുന്നള്ളി വസിക്കുന്ന ആലയമായതിനാലാണ് ഇതിന് സമാഗമന കൂടാരം എന്ന് പേർ വരുവാനായിട്ട് കാരണം. ദൈവം വ്യവസ്ഥ പ്രകാരം എഴുന്നള്ളി വസിക്കുന്ന ആലയമാണ് ഈ സമാഗമന കൂടാരം. സമാഗമനം എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, എതിരേൽക്കുക എന്നെല്ലാം അതിനർത്ഥമുണ്ട്. സമാഗമനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ടുമുട്ടുക, എതിരേൽക്കുക ഇത്യാദി അർത്ഥങ്ങളാണ് സമാഗമനം എന്നുള്ളതായ വാക്കിനുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നാം ചിന്തിച്ചാൽ, ആദാമ്യ വർഗത്തിന്റെ പാപനിമിത്തം ലോകത്തിൽ മനുഷ്യൻ അധപ്പതിച്ച് അവര് ദുഷ്ടന്മാരായി ഭവിച്ചതിനാൽ നമുക്കറിയാം, ദൈവം അവരെ നോഹയുടെ കാലത്ത് ജലപ്രളയം അയച്ച് എന്ത് ചെയ്തു? അവരെ നശിപ്പിക്കുവാനായിട്ടിടയായി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ജലപ്രളയത്തിൽ നശിച്ചു പോകാതെ രക്ഷ പ്രാപിച്ച നോഹയെയും കുടുംബത്തെയും കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ആ നോഹയും കുടുംബത്തെയും ദൈവം വിടുവിച്ചു. അവരിൽ നിന്നാണ് പിന്നീട് ജനവർഗം ഭൂമിയിൽ
നിറയുവാനായിട്ട് ഇടയായത്. ആ വർദ്ധിച്ചു വന്നതായിരിക്കുന്ന ആ ജനവർഗത്തിന്റെ മധ്യത്തിലും നമുക്കറിയാം വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസവും നിലനിൽക്കുവാനായിട്ടിടയായി. എന്നാൽ അവരുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തെ സേവിക്കുവാനായി ദൈവം തെരഞ്ഞെടുത്തതായ ഒരു ജനവർഗമാണ് ഏത്? ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ജനവർഗം. ആ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആദാം മുതൽ 1556 വർഷത്തിലാണ് ജലപ്രളയം ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ആദാമിന് ശേഷം 1556 വർഷത്തിലാണ് എന്ത് ചെയ്തത്? ജലപ്രളയം ഉണ്ടാകുവാനിടയായത്. എന്നാൽ പ്രളയത്തിന് ശേഷം 101 വർഷത്തിലാണ് ദൈവം ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ പിതാവായി തീർന്ന അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുവാനിടയായത്. അത് ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ദൈവം ആദ്യം വിളിച്ച് ദൈവത്തിനു വേണ്ടി നിൽക്കുവാനായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ആര്? അബ്രഹാം. ഈ അബ്രഹാമിൽ കൂടെയാണ് ദൈവം ഇസ്രായേൽ ജനതയെ ഭൂമിയിൽ വരുത്തുവാനായിട്ട് ഇടയായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന 4 വിഷയങ്ങൾ ഞാൻ പറയാം. 4 കാര്യങ്ങൾ. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിൽ കൂടെ, അഥവാ അബ്രഹാമിൽ കൂടെ ഒരു ഇസ്രായേൽ ജനത്തെ ദൈവം ഭൂമിയിൽ ഉരുവാക്കിയതിന്റെ പുറകിൽ പ്രത്യേകമായി 4 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇസ്രായേൽ ജാതിയെ ദൈവം ഭൂമിയിൽ തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തതിൽ അതിന്റെ പുറകിൽ 4 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയാമോ? 1, ഏക ദൈവ വിശ്വാസം നിലനിർത്തുക. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ 1ാമത്തെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഏക ദൈവ വിശ്വാസം ഭൂമിയിൽ നിലനിർത്തുക. 2, സാന്മാർഗീയമായ നില പരിപാലിക്കുക. സാന്മാർഗീയമായ നില പരിപാലിക്കുക. 3, ദൈവവചനം എഴുതി സൂക്ഷിക്കുക. ദൈവവചനം എഴുതി സൂക്ഷിക്കുക. 4, മശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുക. അപ്പോൾ അബ്രഹാമിൽ കൂടെ ദൈവം തെരഞ്ഞെടുത്തതായിരിക്കുന്ന ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന 4 ഉദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏകദൈവ വിശ്വാസം നിലനിർത്തുക, സാന്മാർഗീയ നില പരിപാലിക്കുക, ദൈവവചനം എഴുതി സൂക്ഷിക്കുക, മശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുക. ഈ 4 ഉദ്ദേശങ്ങളോടുകൂടെയാണ് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം പറയാം. ഓരോ കാലത്തും ലോകത്തിൽ അഭ്യുന്നതി പ്രാപിച്ചതായിരിക്കുന്ന ലോകജാതികളിൽ കൂടെ അല്ലെങ്കിൽ ആ ജന സമുദായത്തിൽ കൂടെ അവർ ലോകത്തിന് ചില നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓരോ കാലഘട്ടത്തിലും ലോകത്തിൽ അഭ്യുന്നതി പ്രാപിച്ചതായിരിക്കുന്ന ജനവർഗം ലോകത്തിന് ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. അതായത് ഈജിപ്തുകാർ അല്ലെങ്കിൽ മിസ്രൈമ്യർ ലോകത്തിന് സംഭാവന ചെയ്തത് എന്താണെന്നറിയാമോ? സുകുമാര കലകളാണ്. സുകുമാര കലകൾ. അതേസമയം ഗ്രീക്കുകാർ ലോകത്തിന് സംഭാവന ചെയ്തതായിരിക്കുന്ന മറ്റൊന്നാണ് തത്വശാസ്ത്രം. അതുപോലെ റോമാക്കാർ ലോകത്തിന് സംഭാവന ചെയ്തത് നിയമശാസ്ത്രമായിരുന്നു. നിയമശാസ്ത്രം. എന്നാൽ ഇസ്രായേൽ അഥവാ യഹൂദന്മാർ ലോകത്തിന് സംഭാവന നൽകിയത് എന്തായിരുന്നു അറിയാമോ? മതബോധം എന്ന സംഭാവനയായിരുന്നു. 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ കരുതട്ടെ. വീണ്ടും മുൻപോട്ട് നീങ്ങാം. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം കനാനിൽ കൊണ്ടുവന്നു. അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്ന യോസഫ് മിസ്രൈമിൽ അധിപനായിരുന്ന കാലത്ത് ആണ് യാക്കോബ്, അവരുടെ പിതാവായിരിക്കുന്ന യാക്കോബ് മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ആ ക്ഷാമകാലത്ത് അവര് മിസ്രൈമിലേക്ക് കടന്നു പോകാനിടയായത്. ഇതെല്ലാം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ക്രമം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഇത് ഓർപ്പിക്കുന്നത്. യാക്കോബും മക്കളും കൊച്ചുമക്കളും മിസ്രൈമിലെത്തിയ ശേഷം അവര് മിസ്രൈമിലുള്ളതായിരിക്കുന്ന ഗോശൻ ദേശത്താണ് പാർക്കുവാനിടയായത്. എന്നാൽ യോസെഫിനെ അറിയാത്ത ഒരു ഫറവോൻ മിസ്രൈമിൽ ഭരണാധികാരി ആയപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന്റെ വർധനവ് മനസ്സിലാക്കി അവരെ ഞെരുക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ എന്ത് ചെയ്തു? അവർക്ക് അടിമവേല നൽകുവാനായിട്ടിടയായി. അവരെ പീഡിപ്പിച്ചു. മാത്രമല്ല അവരുടെ ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും കൊല്ലുവാൻ, നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാനായിട്ടുള്ള കൽപ്പന അന്നത്തെ മിസ്രൈം രാജാവ് പുറപ്പെടുവിക്കുവാനായിട്ടിടയായി. അങ്ങനെ ആ ജനം ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവം കേൾക്കുവാനിടയായി. അങ്ങനെ ദൈവം അവരുടെ നിലവിളി കേട്ടത് നിമിത്തം അവരെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ ആരെ എഴുന്നേൽപ്പിച്ചത്? മോശയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ മോശയോട് ചേർന്ന് തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹറോനെ കൂടെ ദൈവം നിയോഗിച്ചത് കൊണ്ട് അവര് രണ്ടുപേരും ഫറവോന്റെ മുൻപിൽ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് അവരെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി. എന്ന് പറഞ്ഞാൽ ആബീബ് മാസം അവർക്ക് മാസങ്ങളുടെ ആരംഭമായി തീരുകയും ആ ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതായിട്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം ദിവസം അവർ ചെങ്കടലിന്റെ തീരത്തെത്തുവാനിടയായി. ദൈവം ചെങ്കടലിൽ വഴി തുറന്ന് വീണ്ടും അവർ യാത്ര ചെയ്ത് അവര് പുറപ്പെട്ടതിന്റെ 47-ാമത്തെ ദിവസം അവര് സീനായിങ്കൽ എത്തുവാനിടയായി. അതിനുശേഷം അവര് ശുദ്ധീകരിക്കുകയും തങ്ങളെ തന്നെ 3 ദിവസം ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ 47 ദിവസം കഴിഞ്ഞ് 3 ദിവസം ശുദ്ധീകരണം കഴിഞ്ഞ്
ഏതാണ്ട് 50-ാം ദിവസം ആയപ്പോൾ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റുകയും അങ്ങനെ ആ സീനായി പർവ്വതത്തിങ്കൽ യഹോവയായ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വരികയും ചെയ്യുവാനിടയായി. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അവർ പുറപ്പെട്ടതിന്റെ 50-ാമത്തെ ദിവസമാണ് യഹോവയായ ദൈവം എന്ത് ചെയ്തത്? സീനായ് മലയുടെ ഉന്നതത്തിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായത്. ഇവിടെ ഒരു കാര്യം പുതിയ നിയമ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കാം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് ഇത്തരണത്തിൽ അതോടുള്ള ബന്ധത്തിൽ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ്. ഇനി നാം മുൻപോട്ട് ചിന്തിച്ചാൽ മോശ 40 രാവും 40 പകലും എന്ത് ചെയ്തു? പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അതുപോലെ ഇസ്രായേലിന് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും അവിടെ വെച്ചാണ് നൽകുവാനായിട്ട് ഇടയായത്. അങ്ങനെ മരുഭൂമിയിലായിരുന്നതായ ആ ഇസ്രായേൽ ജനത്തിന് ആരാധിക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ അത് ദൈവം നൽകിയതായ ആലയമാണ് ഇത് സമാഗമന കൂടാരം. ഇത്രയും ഇതിലേക്ക് വരുവാനാണ് ഞാന് അതിന്റെ പശ്ചാത്തലം ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നോട്ട് ചെയ്യണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-9 വാക്യങ്ങളും എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യവും ഇതോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വായിച്ചു കൊള്ളണം. അങ്ങനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, യഹോവയായിരിക്കുന്ന ദൈവം സ്വർഗത്തിലുള്ളതായിരിക്കുന്ന സ്വർഗീയ ആലയത്തിന്റെ മാതൃക ദൈവം ആരെ കാണിച്ചു കൊടുത്തു? അതായത് സീനായ് പർവ്വതത്തിൽ ഇരിക്കുന്ന മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കാനിടയായി. അങ്ങനെ സ്വർഗീയ ആലയത്തിന്റെ മാതൃക ദൈവം മോശയ്ക്ക് കാണിച്ച പ്രകാരമാണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ മരുഭൂമിയിൽ ദൈവജനത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള സമാഗമന കൂടാരം പണിയുവാനിടയായത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക പോയിന്റാണത്. സ്വർഗീയ ആലയത്തിന്റെ മാതൃക ദൈവം മോശയ്ക്ക് കാണിച്ച പ്രകാരം മോശ അത് ഹൃദയത്തിൽ കരുതി അവൻ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവിടെ പണി കഴിപ്പിച്ചതായിരിക്കുന്ന സമാഗമന കൂടാരം സ്വർഗീയ ആലയത്തിന്റെ മാതൃകയിലാണ് പണിയുവാനായിട്ട് ഇടയായത്. ഇനി മറ്റൊരു വിഷയം നാം ഈ കാര്യത്തുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പുറപ്പാട് പുസ്തകം 25 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എവിടെയാ കാണുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെയുള്ള ഭാഗത്താണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് പണി തീർത്തതായ കാര്യം പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ
കാണാൻ കഴിയും. എങ്ങനെ പണിയണമെന്ന് 25 മുതൽ 30 വരെയുള്ള അധ്യായത്തിലും അത് പണി തീർത്തത് എങ്ങനെയാണെന്നുള്ള കാര്യം അതിന്റെ 35-ാം അധ്യായം 40 വരെയുള്ള അധ്യായങ്ങളിലും കാണുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 25, 26, 27, 25, 26, 27 ഈ അധ്യായങ്ങൾ പ്രത്യേകാൽ നാം പഠിച്ചാൽ സമാഗമന കൂടാരം പണിയുവാനുള്ള കൽപ്പന കൊടുക്കുന്ന അധ്യായങ്ങളാണ്. ഏതൊക്കെ? 25, 26, 27 അധ്യായങ്ങൾ. എന്താ അതിന്റെ പ്രത്യേകത? സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്ന് കൽപ്പന കൊടുക്കുന്ന അധ്യായങ്ങളാണ്. അതുകൊണ്ട് സമാഗമന കൂടാരം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ അധ്യായങ്ങളെ കൽപ്പനാധ്യായങ്ങളെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പുറപ്പാട് 25, 26, 27 അധ്യായങ്ങളെ എങ്ങനെ വിളിക്കാം? കൽപ്പനാധ്യായങ്ങൾ. എന്തുകൊണ്ട്? സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്നുള്ള കൽപ്പനയാണ് ഈ അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് 36, 37, 38 അധ്യായങ്ങൾ, 36, 37, 38 അധ്യായങ്ങൾ അത് പണി തീർത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മോശെ അതനുസരിച്ച് പണിതു. അതുകൊണ്ട് 36, 37, 38 അധ്യായങ്ങളെ അനുസരണ അധ്യായങ്ങളെന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിളിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ അവസാനം പറഞ്ഞ ഭാഗം എന്താണെന്ന് ആർക്ക് പറയാം? പ്ലീസ്. പുറപ്പാട് 25 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്നും പണി തീർത്തതിനെ കുറിച്ച് പുറപ്പാട് 35-ാം അധ്യായം മുതൽ 40 വരെയുള്ള അധ്യായങ്ങളും പറയുന്നു. പുറപ്പാട് 25, 26, 27 അധ്യായങ്ങൾ സമാഗമന കൂടാരം പണിയാനുള്ള കൽപ്പന കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനാൽ ഈ അധ്യായങ്ങളെ കൽപ്പനാധ്യായങ്ങൾ എന്ന് വിളിക്കാം. പുറപ്പാട് 36-ാം അധ്യായം, 37, 38 അധ്യായങ്ങൾ പണി തീർത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിനാൽ ഇതിനെ അനുസരണ അധ്യായങ്ങൾ എന്ന് ഈ ഭാഗവുമായിട്ടുള്ള അനുബന്ധിച്ച് പറയാം. വെരി ഗുഡ്. ഞാൻ പറഞ്ഞതിനേക്കാളും വളരെ നന്നായിട്ട് പറഞ്ഞു എന്നുള്ളതിന് സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് നാം നീങ്ങുമ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രത്യേക പ്രാധാന്യതയെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുക. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ വളരെ ശക്തമായ ഉപദേശ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പോലും വളരെ കുറച്ചു വാക്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കുമ്പോൾ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് 13 അധ്യായങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിന്റെ അതിപ്രാധാന്യതയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഴുതാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ പെട്ടെന്ന് അത് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. സമാഗമന കൂടാരത്തിന് കൊടുത്തിരിക്കുന്ന മറ്റ് നാമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്.
ഈ കൂടാരത്തിന് കൊടുത്തിരിക്കുന്ന മറ്റ് പേരുകൾ അല്ലെങ്കിൽ നാമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വാക്യങ്ങളൊന്നും എടുത്തിപ്പോൾ വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായും വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ അത് നിങ്ങൾ നോക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്ന്, കൂടാരം. കൂടാരം. പുറപ്പാട് 26:9 വാക്യം. പുറപ്പാട് 26:9. രണ്ട്, വിശുദ്ധ മന്ദിരം. പുറപ്പാട് 25:8. പുറപ്പാട് 25:8. 3, സമാഗമന കൂടാരം. സമാഗമന കൂടാരം. പുറപ്പാട് 33:7. പുറപ്പാട് 33:7. 4, യഹോവയുടെ ആലയം. യഹോവയുടെ ആലയം. പുറപ്പാട് 23:19. പുറപ്പാട് 23:19. 5, സമാഗമന കൂടാരം എന്ന തിരുനിവാസം. സമാഗമന കൂടാരം എന്ന തിരുനിവാസം. പുറപ്പാട് 39:32. പുറപ്പാട് 39:32. 6, സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസം. സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസം. പുറപ്പാട് 38:21. പുറപ്പാട് 38:21. 7, സാക്ഷ്യകൂടാരം. സാക്ഷ്യകൂടാരം. സംഖ്യ 9:15. സംഖ്യ 9:15. 8, യഹോവയുടെ കൂടാരം. യഹോവയുടെ കൂടാരം. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 28. 1 രാജാക്കന്മാർ 2:28. 9, തിരുനിവാസമായ സമാഗമന കൂടാരം. തിരുനിവാസമായ സമാഗമന കൂടാരം. 1 ദിനവൃത്താന്ത പുസ്തകം 6:32. 1 ദിനവൃത്താന്തം 6:32. അടുത്തത് ലാസ്റ്റ് 10-ാമത്തെ. കൂടാരനിവാസമായ യഹോവാലയം. കൂടാരനിവാസമായ
യഹോവാലയം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം. 1 ദിനവൃത്താന്തം 9:23. കൂടാര നിവാസമായ യഹോവാലയം. ഇനി അടുത്ത ഭാഗം, എഴുതാനുള്ള ഭാഗം, അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കൂടാരത്തെ കുറിച്ചുള്ള പൊതുപഠനം. കൂടാരത്തെ കുറിക്കുന്ന അല്ലെങ്കിൽ കൂടാരത്തെ കുറിച്ചുള്ള പൊതുപഠനം. ഒന്ന്, ഇത് ഒരു താൽക്കാലിക സ്ഥാപനമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്റെ കാരണം, ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് 41 സ്ഥലങ്ങളിൽ കൂടാരമടിച്ചാണ് അവര് മരുഭൂമിയിൽ പാർത്തത്. അങ്ങനെ ഒരു സ്ഥലത്ത് പാർക്കുമ്പോൾ അവരുടെ മധ്യേ കൂടാരം അടിക്കും. അവരവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ കൂടാരം അവിടെ നിന്ന് പൊളിച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കും. അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെ വിളിക്കുന്നത്? താൽക്കാലിക സ്ഥാപനമായിരുന്നു എന്ന് പറയാൻ കാരണം. 2, ഇത് മരുഭൂമിയിലെ ഉപയോഗത്തിനായിരുന്നു. മരുഭൂമിയിലെ ഉപയോഗത്തിനായിരുന്നു. 3, ദൈവം അധിവസിക്കുന്ന സ്ഥലമായിരുന്നു. ദൈവം അധിവസിക്കുന്ന സ്ഥലമായിരുന്നു. അടുത്തത്, ന്യായപ്രമാണം സൂക്ഷിച്ചു വെച്ച സ്ഥലമായിരുന്നു. ന്യായപ്രമാണം സൂക്ഷിച്ചു വെച്ച സ്ഥലമായിരുന്നു. 5, ഇസ്രായേലിന്റെ ആരാധനാ സ്ഥലമായിരുന്നു. ഇസ്രായേലിന്റെ ആരാധനാ സ്ഥലമായിരുന്നു. 6, വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ച സ്ഥലമായിരുന്നു. വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ച സ്ഥലമായിരുന്നു. 7, പുറമെ കറുത്ത നിറവും ആകർഷിക്കാത്തതുമായിരുന്നു. സമാഗമന കൂടാരത്തിന്റെ പുറം നോക്കിയാൽ കറുത്ത നിറമായിട്ടാണ് കാണുന്നത്. അതുപോലെ ആരെയും ആകർഷിക്കാത്ത ഒരു സ്ഥാപനമായിട്ടാണ് അതിനെ കാണുവാനിടയായത്. അടുത്തത്, ഈ കൂടാരം പാളയങ്ങളുടെ മധ്യേ സ്ഥിതി ചെയ്ത സ്ഥലമായിരുന്നു. ഈ കൂടാരം പാളയങ്ങളുടെ മധ്യേ സ്ഥിതി ചെയ്ത സ്ഥലമായിരുന്നു.
എന്താ അങ്ങനെ പറയാൻ കാരണം? തിരുവനന്തപുരത്തുള്ള പാളയത്തെ കുറിച്ചല്ല. ഇസ്രായേൽ മക്കൾ താമസിക്കുന്നതായിരിക്കുന്ന ആ ഏരിയയ്ക്ക് പറയുന്ന പേരായിരുന്നു പാളയം. ഇസ്രായേൽ മക്കളുടെ വാസസ്ഥലം, അവർ പാർത്ത ഇടത്തെ കുറിച്ചാണ് പാളയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവര് പാർത്തതായിരിക്കുന്ന പാളയത്തിന്റെ മധ്യേയാണ് സമാഗമന കൂടാരം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്തത്, ദൈവം മനുഷ്യരെ എതിരേൽക്കുന്ന സ്ഥലമായിരുന്നു. ദൈവം മനുഷ്യരെ എതിരേൽക്കുന്ന സ്ഥലമായിരുന്നു സമാഗമന കൂടാരം. അടുത്തത്, പുരോഹിത കുടുംബത്തിന് ആഹാരം നൽകുന്ന സ്ഥലമായിരുന്നു. പുരോഹിത കുടുംബത്തിന് ആഹാരം നൽകുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവം തെരഞ്ഞെടുത്തതായ ലേവി കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന പുരോഹിതന്മാരാണ് ഈ ആലയത്തിൽ എന്ത് ചെയ്യേണ്ടത്? ശുശ്രൂഷ ചെയ്യേണ്ടത്. അവര് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ അവര് ആഹാരത്തിന് വേണ്ടി പുറമെ അവര് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആഹാരത്തിന്റെ വകയും ദൈവം ഈ കൂടാരത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കൂടാരത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന 10 കാര്യങ്ങളാണ് പൊതുപഠനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ഹെഡിങ്. ഓരോ കാര്യങ്ങൾക്കും ഹെഡിങ് വേണം. നിങ്ങൾ വളരെ നന്നായി ഇതിന്റെ നോട്ട് എഴുതി സൂക്ഷിക്കണം. ഓരോ ഭാഗങ്ങളുടെയും ഹെഡിങ് തലക്കെട്ട് എഴുതി വേണം തുടർന്നുള്ള കാര്യങ്ങൾ എഴുതാൻ. മനോഹരമായിരിക്കും ആ നോട്ട്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് കൂടാരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്നുള്ളതാണ്. കൂടാരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. എന്റെ പക്കൽ ഇതിന്റെ വലിയ ഒരു ചാർട്ടുണ്ട്. സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ള ചാർട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കാണിക്കാനുള്ളതായിരിക്കുന്ന സംവിധാനം എന്റെ പക്കലില്ല. ഞാൻ സഭകളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ആ ചാർട്ട് ഭിത്തിയിൽ നിവർത്തിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. അങ്ങനെ ചാർട്ട് കാണിച്ചു പഠിപ്പിച്ചാൽ അതൊരിക്കലും മനസ്സിൽ നിന്ന് മായത്തില്ല. ഈ ശ്രവണ മാധ്യമങ്ങളെക്കാൾ കണ്ട് പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർത്തുപോയതാണ്. കൂടാരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1, പ്രാകാരം. ചിലര് പ്രകാരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയരുത്, പ്രാകാരം എന്ന് തന്നെ പറയണം. പ്രാകാരം. 2, വിശുദ്ധ സ്ഥലം. 3, അതിപരിശുദ്ധ സ്ഥലം. അപ്പൊ കൂടാരത്തിന് പ്രധാനമായി 3 ഭാഗങ്ങൾ. 1, പ്രാകാരം. 2, വിശുദ്ധ സ്ഥലം. 3, അതിപരിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രാകാരം എന്ന് പറഞ്ഞാൽ ഈ കൂടാരം ഇരിക്കുന്ന ആ മുറ്റത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഏരിയയുടെ പേരാണ് പ്രാകാരം. അതായത് 100 മുഴം
നീളവും 50 മുഴം വീതിയും ആണ് പ്രാകാരമുറ്റത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു വീട് വെച്ചാല് അതിന് ചുറ്റുപാടും സ്ഥലമുണ്ടല്ലോ, മുറ്റമുണ്ട്, അതിന്റെ പുറകിലും ഇരുവശങ്ങളിലും സ്ഥലം ബാക്കി കിടക്കത്തില്ലേ? അതുപോലെ ഈ കൂടാരം ഇരുന്നതിന്റെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് പ്രാകാരം എന്ന് വിളിച്ചിരുന്നത്. അത് സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 100 മുഴം നീളവും 50 മുഴം വീതിയും ഉള്ളതായിരിക്കുന്ന ഈ പ്രാകാരം എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ മധ്യഭാഗത്ത് പടിഞ്ഞാറായിട്ട് കിഴക്കോട്ട് ദർശനത്തിലാണ് ഈ കൂടാരം സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവുമാണ് വാസ്തവത്തിൽ ഈ കൂടാരത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒന്നാം ഭാഗമാണ് പ്രാകാരം, അതിന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും കൂടെ ചേർന്നതായ ഒരു സ്ഥാപനം. എന്താ അതിന്റെ അളവ് ഞാൻ പറഞ്ഞത്? 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവുമുള്ള ആ ഒരു സ്ഥാപനമാണ് വാസ്തവത്തിൽ കൂടാരമായി ഇതിനകത്ത് സ്ഥിതി ചെയ്തിരുന്നത്. ഈ പറഞ്ഞതായിരിക്കുന്ന വിസ്തീർണത്തിലുള്ള ആ പ്രാകാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കൂടാരം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് മറന്നു പോകരുത്. ഒന്നാം ഭാഗം ആ മുറ്റം പ്രാകാരമാണെങ്കിൽ ഈ കൂടാരത്തിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും കൂടെ ചേർന്നതാണ് ആ സ്ഥാപനം. അതിനാണ് 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവുമായിട്ട് ഈ കൂടാരമായി പണി കഴിപ്പിച്ചിരുന്നത്. ഇനി പറയുന്നതായിരിക്കുന്നതിന്റെ ഹെഡിങ് കൂടാരത്തിലെ പ്രധാന ഉപകരണങ്ങൾ എന്നുള്ളതാണ്. കൂടാരത്തിലെ പ്രധാന ഉപകരണങ്ങൾ. ഈ കൂടാരത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ 7 എണ്ണമാണ് കേട്ടോ. 7 എണ്ണമാണ് പറയാൻ പോവുകയാണ്. ഒന്ന്, യാഗപീഠം. പുറപ്പാട് 27:1. പുറപ്പാട് 27:1. 2, താമ്രത്തൊട്ടി. താമ്രത്തൊട്ടി. പുറപ്പാട് 30:17. പുറപ്പാട് 30:17. 3, കാഴ്ചയപ്പത്തിന്റെ മേശ. കാഴ്ചയപ്പത്തിന്റെ മേശ. പുറപ്പാട് 25:23. 4, ധൂപപീഠം. ധൂപപീഠം.
പുറപ്പാട് 30:1. അഞ്ച്, നിലവിളക്ക്. പുറപ്പാട് 25:31. ആറ്, നിയമപ്പെട്ടകം. പുറപ്പാട് 25:10. 7, കൃപാസനം. പുറപ്പാട് 25:17. പുറപ്പാട് 25:17. ഇങ്ങനെ 7 പ്രധാന ഉപകരണങ്ങളാണ് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ ഓരോന്നിനെയും കുറിച്ചും തുടർന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ നമുക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ 7 ഉപകരണങ്ങൾ 3 ഭാഗങ്ങളിലും കൂടെ സ്ഥിതി ചെയ്തിരുന്നു. അത് പിന്നീട് വിശദമായി പഠിക്കാം. പ്രാകാരത്തിലാണ് ആദ്യത്തെ 2 ഉപകരണങ്ങൾ. ഏതൊക്കെ? യാഗപീഠവും താമ്രത്തൊട്ടിയും. പ്രാകാരം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിൽ 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരമുള്ളതായിരിക്കുന്ന ആ കൂടാരത്തിന്റെ മുറ്റമാണ് വാസ്തവത്തിൽ പ്രാകാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ കൂടാരത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മറന്നു പോകരുത്. അപ്പോൾ കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ചെല്ലുന്ന ആ വ്യക്തി അതിന്റെ പ്രധാന വാതിൽ വഴിയായിട്ട് അകത്ത് കടന്നാൽ ആദ്യം കാണാൻ കഴിയുന്ന ഉപകരണമാണ് ഏത്? യാഗപീഠം. അത് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപകരണമാണ് ഏത്? താമ്രത്തൊട്ടി. എന്നാൽ വീണ്ടും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ അടുത്ത 3 ഉപകരണങ്ങൾ കാണാൻ കഴിയും. അപ്പൊ യാഗപീഠവും താമ്രത്തൊട്ടിയും പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അടുത്ത 3 ഉപകരണങ്ങൾ ഏതൊക്കെയാ? കാഴ്ചയപ്പത്തിന്റെ മേശയും ധൂപപീഠവും നിലവിളക്കും. അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? വിശുദ്ധ സ്ഥലത്താണ്. വിശുദ്ധ സ്ഥലം. 2ാം ഭാഗമായിരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് നമുക്ക് ഈ പറയപ്പെട്ട 3 ഉപകരണങ്ങൾ കാണാൻ കഴിയും. ഏതൊക്കെയാ? കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, നിലവിളക്ക്. ഇനി അതിപ്രധാനമായിരിക്കുന്ന സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നാം കയറിയ അവിടെ ബാക്കി 2 ഉപകരണങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ? നിയമപ്പെട്ടകവും പിന്നെ കൃപാസനവും. 2 ഉപകരണങ്ങൾ എന്ന് പറയാൻ കാരണം, ആദ്യത്തെ ഉപകരണം നിയമപ്പെട്ടകം. അതൊരു പെട്ടി പോലെ അവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ കതിരമരം കൊണ്ട് അല്ലെങ്കിൽ കതിരമര പലകൾ കൊണ്ട് പണിതിരിക്കുന്ന ഒരു പെട്ടിയാണ്. ആ പെട്ടി നിയമപ്പെട്ടകമാണെങ്കിൽ അതിന്റെ മുകളിൽ മൂടിയായിട്ട് വെച്ചിരിക്കുന്നതായ ആ ഭാഗമാണ് കൃപാസനം. കെരൂബുകളുടെ പണിയോടുകൂടെ അതിന്റെ അടപ്പെന്ന് പറയാം, അല്ലെങ്കിൽ മൂടി എന്ന് പറയാം. അങ്ങനെ മൂടി വെച്ചിരിക്കുന്ന അതിനെ ഒരു ഉപകരണമായിട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്. അതിന്റെ പേരാണ് കൃപാസനം.
നമ്മൾ ഇപ്പൊ എഴുത്തു തുടങ്ങിയിട്ട് അല്പസമയമായി. അതായത് കൂടാരത്തിന്റെ വിവിധ പേരുകൾ, കൂടാരത്തെക്കുറിച്ചുള്ള പൊതുപഠനം, കൂടാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കൂടാരത്തിലെ പ്രധാന ഉപകരണങ്ങൾ, ഇത്രയാണ് ഇന്ന് പഠിച്ചത്. ഇനി അടുത്തതായിട്ടുള്ള ഹെഡിങ് ഇതാണ്: ഇസ്രായേൽ പാളയമടിച്ചിരുന്ന വിധം. ഇസ്രായേൽ പാളയമടിച്ചിരുന്ന വിധം എങ്ങനെയാണ് എന്ന് പറയാം. ഞാൻ മുന്നമേ ഓർമ്മിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇസ്രായേൽ മക്കൾ ചുറ്റിലുമായി അടിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മധ്യത്തിലാണ് സമാഗമന കൂടാരം സ്ഥിതി ചെയ്തിരുന്നത്. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കൂടാരം മധ്യത്തിലും പാളയങ്ങൾ ചുറ്റിലുമായിട്ടാണ് അവർ കൂടാരം അടിച്ചിരുന്നത്. ഇനി ഒരു പ്രത്യേക കാര്യം ഓർക്കണം. ഈ സമാഗമന കൂടാരത്തിന് വെളിയിൽ ഏറ്റവും അടുത്ത് കൂടാരം അടിച്ചിരുന്നത് ഗോത്രം ഏതാണ്? ലേവി ഗോത്രമാണ്. ലേവി ഗോത്രമാണ് സമാഗമന കൂടാരത്തിന് ചുറ്റിലുമായി ഏറ്റവും അടുത്ത് കൂടാരം അടിച്ചിരുന്നത്. ലേവി ഗോത്രത്തിൽ ആരൊക്കെയാണ് ഏറ്റവും അടുത്ത് 4 വശങ്ങളിലായിട്ട് കൂടാരം അടിച്ചിരുന്നതെന്ന് പറയാൻ പോവുകയാണ്. സമാഗമന കൂടാരത്തിന്റെ കിഴക്ക് വശത്ത് മോശയും അഹറോനും. കൂടാരത്തിന്റെ ഏറ്റവും കിഴക്ക് വശത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട മോശയും അഹരോനും എന്ന് പറഞ്ഞാൽ അവരാണ് ഇസ്രായേലിന്റെ നടത്തിപ്പുകാർ. അത് സംഖ്യാപുസ്തകം 3-ാം അധ്യായം 38-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി വടക്ക് വശത്ത്, സമാഗമന കൂടാരത്തിന്റെ വടക്ക് വശത്ത് മെരാര്യർ സംഖ്യ 3-35-ാം വാക്യം. സമാഗമന കൂടാരത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ഗർശോന്യർ 3-23, സംഖ്യ 3-23. തെക്ക് വശത്ത് കെഹാത്യർ സംഖ്യ 3-29. അപ്പോൾ ഇവര് പാളയമടിച്ചിരുന്ന വിധം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മറക്കരുത്. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകളും അതിനോടനുബന്ധിച്ചതായിരിക്കുന്ന ചുമതലകളൊക്കെ ചെയ്യേണ്ടത് ലേവി ഗോത്രക്കാരൻ. എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷകൾ ചെയ്യേണ്ടവർക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം ഏൽപ്പിച്ചവർ മാത്രമേ ദൈവ ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഈ ഭാഗത്തെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ചും ചുമതലകളെ കുറിച്ചും നാം പഠിക്കുമ്പോൾ, അത് പിന്നീട് പഠിക്കാനുണ്ട്, ദൈവം അതിനായി ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ തെരഞ്ഞെടുത്ത ഗോത്രം ഏതായിരുന്നു?
ലേവി ഗോത്രമാണ്. മറ്റ് യാതൊരു ഗോത്രക്കാർക്കും ഈ ചുമതലകളോ ഈ ശുശ്രൂഷകളോ ചെയ്യുവാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നില്ല. അത് ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ആ ശുശ്രൂഷകൾ ദൈവം പരമേൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ, പുതിയ നിയമ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ദൈവം ആരെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നുവോ, എന്ത് ശുശ്രൂഷ ഏൽപ്പിക്കുന്നുവോ, അവര് അത് മാത്രം ചെയ്യണമെന്നുള്ള ഒരു സത്യമാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാണ്. അതുകൊണ്ട് അത് വളരെ കർശനമായി ദൈവം ഏൽപ്പിച്ച ചുമതലകളാണ് ലേവി ഗോത്രം ഏറ്റെടുത്തതെന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഇന്ന് അവസാനമായിട്ട് ചിന്തിക്കാനുള്ളത്. ഇനിയും പഠിക്കേണ്ട ഭാഗം ഗോത്രങ്ങളുടെ പാളയക്രമമാണ്. ആ ഹെഡിങ് ഒന്ന് എഴുതി വെച്ചോ, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ അത് പഠിക്കാനായിട്ട് പോകുന്നത്. ഗോത്രങ്ങളുടെ പാളയക്രമം. ഗോത്രങ്ങളുടെ പാളയക്രമം. അപ്പൊ നമ്മള് ഈ പാളയത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഇസ്രായേൽ മക്കൾ ഏതാണ്ട് 25-നും 30-നും ഇടയ്ക്കുള്ള ലക്ഷം, 25 ലക്ഷത്തിന് മേൽ 30 ലക്ഷത്തിനകം ഉള്ള ഒരു വലിയ ജനാവലിയാണെന്നുള്ള കാര്യം മറക്കരുത്. 1-2 പേരല്ല, 10-100 പേരല്ല, ലക്ഷങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗണമാണ് ഇസ്രായേൽ ജനം. അവർ കൂടാരമടിക്കണമെങ്കിൽ ഏതാണ്ട് 6 മൈൽ, 6 ചതുരശ്ര മൈൽ ചുറ്റളവ് വേണം. എന്ന് പറഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ 6 ചതുരശ്ര മൈലാണ് ദൂരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് കൂടാരമടിച്ചു പാർക്കുന്നതായിരിക്കുന്ന പാളയത്തിന്റെ ഏറ്റവും മധ്യത്തിലാണ് സമാഗമന കൂടാരമടിച്ചിരുന്നത്. ഇത് ഫൗണ്ടേഷൻ ഇട്ട് പണിത ഒരാലയമല്ല. കാരണം ടെന്റ് കെട്ടി, അതായത് കൂടാരമടിച്ച് മരുഭൂമിയിൽ പാർക്കുന്നതായിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ദൈവവും തീരുമാനിച്ചു, ഞാനും ഒരു കൂടാരത്തിൽ അവരുടെ മധ്യയെ വസിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സമ്പ്രദായത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോത്രങ്ങൾ പാളയമടിച്ചിരുന്ന ക്രമമാണ് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ, സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും അടുത്ത ചുറ്റിലുമായിട്ട് ലേവ്യരാണ് പാളയമടിച്ചിരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും അതിനപ്പുറമായിട്ട് കിഴക്ക് വശത്താരാണ്, വടക്ക് വശത്താരാണ്, പടിഞ്ഞാറ് വശത്താരാണ്, തെക്ക് വശത്താരൊക്കെയാണ് എന്നാണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ആ ഭാഗം തുടർന്നുള്ള